എല്ലാവർക്കും നമസ്കാരം. സൗരോർജ്ജത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് അവ സീരീസിലും സമാന്തര കോമ്പിനേഷനിലും ബന്ധിപ്പിച്ച് ആവശ്യാനുസരണം ഒരു സൗരോർജ്ജ വിതരണം തയ്യാറാക്കാൻ കഴിയും. എന്താണ് സോളാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സോളാർ എന്നത് സൂര്യനെ സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ സ്വാഭാവിക പ്രകാശ സ്രോതസ്സാണ് സൂര്യൻ. ന്യൂക്ലിയർ പ്രതിപ്രവർത്തനങ്ങൾ കാരണം സൂര്യന് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതിനെ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. സൂര്യൻ കൂടുതലും ഹൈഡ്രജനും ഹീലിയവും ചേർന്നതാണ്. ഹൈഡ്രജന്റെ ആറ്റങ്ങൾ സംയോജിച്ച് ഹീലിയം രൂപപ്പെടുമ്പോൾ അത് വളരെയധികം ചൂടും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് സൗരോർജ്ജം? സൂര്യനിൽ നിന്നുള്ള പ്രകാശ ഊർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയെ സൗരോർജ്ജം എന്ന് വിളിക്കുന്നു. സൂര്യപ്രകാശം വൈദ്യുത പ്രകാശമായി മാറുന്നത് എങ്ങനെ? സാധാരണയായി പ്രകാശ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന വസ്തുവിനെ സോളാർ പാനൽ എന്ന് വിളിക്കുന്നു. ഇത് അർദ്ധചാലക പദാർത്ഥമായ സിലിക്കൺ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അപ്പോൾ എന്താണ് സിലിക്കൺ? സിലിക്കൺ ഒരു അർദ്ധചാലക വസ്തുവാണ്. ഇത് സാധാരണയായി പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അടങ്ങിയിരിക്കുന്നു. അവയെ യഥാക്രമം പി ടൈപ്പ്, എൻ ടൈപ്പ് എന്ന് വിളിക്കുന്നു. ഇത് ഒരു പാളി അല്ലെങ്കിൽ ജംഗ്ഷൻ ഉപയോഗിച്ച് വേർതിരിക്കുന്നു. ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, LED ലൈറ്റുകൾ, AC-കൾ മുതലായ ഇലക്ട്രോണിക് ഘടകങ്ങൾ നിർമ്മിക്കാൻ സിലിക്കൺ ഉപയോഗിക്കുന്നു. അവിടെ ഈ ഇലക്ട്രോണിക് ഘടകങ്ങൾ കമ്പ്യൂട്ടറുകൾ, ടെലിവിഷനുകൾ, സ്മാർട്ട് ഫോണുകൾ മുതലായവയിൽ ഉപയോഗിക്കുന്നു. പ്രകൃതിയിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായ ഒന്നാണ് സിലിക്കൺ. സിലിക്കൺ പ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് എങ്ങനെ? പ്രകാശോർജ്ജം ഫോട്ടോണുകളുടെ രൂപത്തിലാണ്. ഫോട്ടോണുകൾ സിലിക്കണിന്റെ പാളികളിൽ പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ പോസിറ്റീവ് നെഗറ്റീവ് പാളികൾക്കിടയിലുള്ള ജംഗ്ഷനിലൂടെ കടന്നുപോവുകയും വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ പ്രകാശമോ ഫോട്ടോണുകളോ സിലിക്കണിലെ ജംഗ്ഷനെയോ പാളിയെയോ തകർക്കുമ്പോൾ വൈദ്യുത പ്രവാഹമുണ്ടാകുന്നു. ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുകൾ ഒഴുക്കിനുള്ള പാത കണ്ടെത്തും. അതിനാൽ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കപ്പെടുന്നു. സോളാർ പാനലുകൾ എന്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു? AC ആണോ DC ആണോ? ഓൾട്ടർനേറ്റീവ് കറന്റിനായി ഇലക്ട്രോമെക്കാനിക്കൽ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പ്രക്രിയ നടക്കാത്തതിനാൽ സോളാർ പാനലുകൾ എല്ലായ്പ്പോഴും DC ഉൽപ്പാദിപ്പിക്കുന്നു. പ്രകാശത്തിന്റെ സഹായത്തോടെ ഒരു അർദ്ധചാലക ജംഗ്ഷൻ തുറക്കുന്നു. ഇത് ഇലക്ട്രോണുകൾ ഒഴുകാൻ കാരണമാകുന്നു. സോളാർ പാനലിന്റെ യൂണിറ്റ് എന്താണ്? പൊതുവായി പറഞ്ഞാൽ സൗരോർജ്ജത്തിന്റെ അല്ലെങ്കിൽ സോളാർ പാനലിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. സോളാർ പാനലുകൾ സൃഷ്ടിക്കുന്ന വാട്ട്സ് അവയെ റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഉയർന്ന വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോളാർ ഇൻസ്റ്റലേഷൻ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. പാനലിന്റെ വലുപ്പത്തെയും അവ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി എത്രത്തോളം വിജയകരമായി പരിവർത്തനം ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ച് മിക്ക റെസിഡൻഷ്യൽ സോളാർ പാനലുകൾക്കും 250 മുതൽ 400 വാട്ട് വരെ പവർ ഔട്ട്പുട്ട് റേറ്റിംഗ് ഉണ്ട്. സാധാരണയായി സോളാർ പാനലുകൾ ഒരു കൂട്ടം ക്ലാസ് മുറികൾ പോലെ ഫോട്ടോവോൾട്ടായിക് സെല്ലുകൾ എന്നും വിളിക്കുന്ന സോളാർ സെല്ലുകളുടെ ഒരു കൂട്ടമാണ്. ഒരു സോളാർ പാനലിന് സാധാരണയായി 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട്. 12 വോൾട്ട് സോളാർ പാനൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നു. കാരണം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ബാറ്ററി 12 വോൾട്ട് ആണ്. 12 വോൾട്ട് സോളാർ പാനലിനായി 0.5 വോൾട്ട് വീതമുള്ള 24 സെല്ലുകൾ 12 വോൾട്ട് പാനൽ നിർമ്മിക്കുന്നതിനായി സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ 24 വോൾട്ട് സോളാർ പാനലുകൾക്ക് 48 സെല്ലുകൾ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സോളാർ പാനലിന്റെ വലിപ്പം നിലവിലെ റേറ്റിംഗിനെയോ വോൾട്ടേജ് റേറ്റിംഗിനെയോ ആശ്രയിച്ചിരിക്കുന്നു. ഒരു സോളാർ പാനലിലെ അടിസ്ഥാന സംഖ്യാകണക്കുകൂട്ടൽ നമുക്ക് ചർച്ച ചെയ്യാം. കേസ് 1. നിങ്ങൾക്ക് ഒരു DC ലാമ്പ് ഉണ്ടെന്ന് കരുതുക. അതിൽ 24 വാട്ട് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ നിങ്ങൾ 24 വാട്ടും 12 വോൾട്ട് ഓപ്പറേറ്റിംഗ് വോൾട്ടേജും ഉള്ള ഒരു സോളാർ പാനൽ വാങ്ങണം. പവർ വോൾട്ടേജ് ടൈം തുല്യ വൈദ്യുത പ്രവാഹമാണെന്ന് നമുക്കറിയാം. P=V×I. അതിനാൽ ഇത് ഇങ്ങനെ എഴുതാം: I=P/V. വാട്ട്സിന്റെയും വോൾട്ടേജിന്റെയും മൂല്യങ്ങൾക്ക് പകരമായി I=24/12. നമ്മൾക്ക് 2 ആംപ്സിന്റെ കറന്റ് ലഭിക്കുന്നു. അതായത് പരമാവധി സൂര്യപ്രകാശം അതിൽ വീഴുമ്പോൾ സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന പരമാവധി വൈദ്യുത പ്രവാഹമാണിത്. കേസ് 2. ഇപ്പോൾ നിങ്ങൾക്ക് 12 വോൾട്ട് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉള്ള 48 വാട്ടുള്ള മറ്റൊരു DC ലാമ്പ് ഉണ്ട്. ഇതിനായി നിങ്ങൾ യഥാക്രമം 48 വാട്ടും 12 വോൾട്ടും ഒരേ പവർ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള ഒരു സോളാർ പാനൽ വാങ്ങണം. മൂല്യങ്ങൾക്ക് പകരമായി നമുക്ക് ലഭിക്കുന്നു I=48/12. അതിനാൽ പരമാവധി സൂര്യപ്രകാശത്തിൽ 48 വാട്ട് സോളാർ പാനലിന് 4 ആംപ്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 2 സന്ദർഭങ്ങളിലും വോൾട്ടേജ് സ്ഥിരമായി തുടരുകയാണെങ്കിലും കൂടുതൽ വോൾട്ടേജിന് കൂടുതൽ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കാൻ കഴിയും. വാട്ടേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സോളാർ പാനലുകളുടെ വലിപ്പവും ചെലവും വർദ്ധിക്കും. സോളാർ പാനലുകൾ ലോഡുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുമോ?
സോഴ്സും ലോഡ് വോൾട്ടേജും പൊരുത്തപ്പെടുമ്പോൾ ഒരു സോളാർ പാനൽ നേരിട്ട് DC ലോഡുമായി ബന്ധിപ്പിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. എന്നാൽ സോളാർ പാനലിൽ വീഴുന്ന സൂര്യപ്രകാശം സ്ഥിരമല്ല. മാത്രമല്ല, രാവിലെയും വൈകുന്നേരവും കുറവും ഉച്ചതിരിഞ്ഞ് പരമാവധിയും പോലെ കാലാകാലങ്ങളിൽ വ്യത്യാസപ്പെടാം. ഈ വ്യതിയാനം സൂര്യപ്രകാശമനുസരിച്ച് വോൾട്ടേജ് വ്യത്യാസപ്പെടാൻ കാരണമാകുന്നു. ഈ വ്യതിയാന വോൾട്ടേജ് നേരിട്ട് ലോഡിലേക്ക് പ്രയോഗിക്കുമ്പോൾ ലോഡ് പ്രകടനവും ലൈഫ് സമയവും കുറയുന്നു. ബാറ്ററിയിലൂടെയും ചാർജ് കൺട്രോളർ വഴിയും സോളാർ പാനലിനെ ലോഡുമായി ബന്ധിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. സോളാർ പാനലുകളുടെ സീരിയൽ സമാന്തര കണക്ഷനുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരൊറ്റ പാനൽ ഉപയോഗിച്ച് ലോഡിലേക്ക് സൗരോർജ്ജം വിതരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സോളാർ പാനലുകൾ സീരീസിലും സമാന്തരമായും ബന്ധിപ്പിക്കണം. സോളാർ പാനൽ സീരീസും സമാന്തര കണക്ഷനുകളും ബാറ്ററി സീരീസ് സമാന്തര കണക്ഷനുകൾ എന്നിവയ്ക്ക് സമാനമാണ്. സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് 12 വോൾട്ട് ബാറ്ററികൾക്ക് 24 വോൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നിങ്ങൾ സോളാർ പാനലുകളെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ സീരീസ് കണക്ഷൻ 24 വോൾട്ട്, 36 വോൾട്ട്, 48 വോൾട്ട്, 60 വോൾട്ട് പോലുള്ള വോൾട്ടേജ് അഡിറ്റീവ് ഉണ്ടാക്കുന്നു. എന്നാൽ സർക്യൂട്ടിലുടനീളം വൈദ്യുത പ്രവാഹം അതേപടി തുടരുന്നു. ഒരു ബാറ്ററി പോലെ സോളാർ പാനലുകൾക്ക് രണ്ട് ടെർമിനലുകളുണ്ട്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. നിങ്ങൾ ഒരു പാനലിന്റെ പോസിറ്റീവ് ടെർമിനലിനെ മറ്റൊരു പാനലിന്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു സീരീസ് കണക്ഷൻ സൃഷ്ടിക്കുന്നു. ഇതുപോലെയുള്ള രണ്ടോ അതിലധികമോ സോളാർ പാനലുകൾ ബന്ധിപ്പിക്കുമ്പോൾ അത് ഒരു ഫോട്ടോവോൾട്ടായിക് സോഴ്സ് സർക്യൂട്ടായി മാറുന്നു. സോളാർ പാനലുകളുടെ സമാന്തര കണക്ഷനായി ഓരോ പാനലിലെയും എല്ലാ പോസിറ്റീവ് ടെർമിനലുകളും ഒരുമിച്ച് ബന്ധിപ്പിക്കുക. തുടർന്ന് നെഗറ്റീവ് ടെർമിനലുകൾക്കും ഇത് ചെയ്യുക. ഇതിന്റെ ഫലമായുണ്ടാകുന്ന വൈദ്യുത പ്രവാഹം സമാന്തര നിരയിലെ എല്ലാ പാനൽ ആംപിയറുകളുടെയും ആകെ തുകയായിരിക്കും. എന്നിരുന്നാലും മൊത്തം വോൾട്ടേജ് ഒരൊറ്റ പാനലിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന് തുല്യമായിരിക്കും. നിങ്ങളുടെ സമയത്തിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.